ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അത് പ്രത്യേകിച്ച് അമേരിക്കയുടെ H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതിനകത്ത് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് H1B വിസ കൊടുത്ത് ഒരാളെ പുറത്തുനിന്ന് ഹയർ ചെയ്ത് അമേരിക്കൻ കമ്പനിയിൽ ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം $1,00,000 അടയ്ക്കണമെന്നാണ് ഈ ഒരു പുതിയ നിയമം. ഇത് അൺപ്രസിഡന്റൽ ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇതിനെതിരെ കമ്പനികൾ ശരിക്കും, പ്രത്യേകിച്ച് സിലിക്കൺ വാലിയിലുള്ള കമ്പനികൾ ഇതിനെ എതിർത്ത് പോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കോടതിയിൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നാണ് പൊതുവിൽ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ട്രംപ് ഒരു സൈഡിൽ ഔട്ട്സോഴ്സിംഗ് കൊടുക്കുന്ന ജോബുകൾക്കൊക്കെ 25% ടാക്സ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, താരിഫ്. ഫോർ എക്സാമ്പിൾ ഒരു അമേരിക്കൻ കമ്പനി, ഒരു ആമസോൺ, എൻവിഡിയ അതുപോലത്തെ ഏത് കമ്പനി ആയിക്കോട്ടെ, അവർ പുറത്തേക്ക് അവരുടെ വർക്ക് കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്നു എങ്കിൽ അവർ ആ കോൺട്രാക്ടിന്റെ എമൗണ്ട് എത്രയാണോ അതിന്റെ 25% അമേരിക്കൻ ഗവൺമെന്റിന് പേ ചെയ്യണം. ഇത് നമ്പർ 1. ഇതിലൂടെ അമേരിക്കൻ കമ്പനികൾ ജോലികൾ ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നതിനെ തടയാം എന്നാണ് ഒരു പ്ലാൻ. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാക്സിമം അമേരിക്കയുടെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ആ ജോലി കിട്ടിക്കോട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരി, അപ്പൊ ഇന്ത്യക്കാരെ മാത്രമല്ല ഇത് ലക്ഷ്യമിടുന്നത്, പൊതുവിൽ അമേരിക്ക ഹയർ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ബാധകമാണ് ഈ ഒരു വിഷയം. അല്ലാതെ ഇത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല. പിന്നെ IT ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഇന്ത്യക്കാരെയും കൂടി ബാധിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്തത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചാൽ $1,00,000 പെർ ഇയർ അടയ്ക്കണം H1B വിസ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഭീമമായ ഒരു തുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ H1B വിസ കൊടുക്കണ്ട എന്നാണ് ട്രംപിന്റെ ഗവൺമെന്റിന്റെ തീരുമാനം. പുതിയ സ്കിൽഡ് വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കമ്പനിയുടെ ബേസിക് പോളിസികളുണ്ട്. ഇപ്പൊ ഒരു കമ്പനി റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂ കമേഴ്സിനൊക്കെ ജോലി കിട്ടുന്നത് എങ്ങനെയാണ്? ശരിക്കും യങ്സ്റ്റേഴ്സിനെ ഇത് ബാധിക്കും. പ്രത്യേകിച്ചും IT ഫീൽഡിൽ നിന്ന് പഠിച്ചിറങ്ങി അമേരിക്കയിലേക്ക് ജോലി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇത് ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. അപ്പൊ അങ്ങനെ അമേരിക്കയിലോട്ട് കയറി പോകാൻ പറ്റാത്ത ആൾക്കാർ ഇവിടുത്തെ ഔട്ട്സോഴ്സിംഗ് കമ്പനി ത്രൂ പണിയെടുക്കും. അപ്പൊ അങ്ങനെ ആ ഔട്ട്സോഴ്സിംഗ് കമ്പനികൾക്കും ഇപ്പം ഈ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് മേഖലകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ട്രംപിന്റെ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെതിരെ കമ്പനികൾ ഏത് രീതിയിലാണ് പോകുന്നത് പറഞ്ഞാല്, നല്ല സ്കിൽഡ് വർക്കേഴ്സിനെ കൊണ്ടുവരാൻ പറ്റില്ല, പുതിയ ഇന്നോവേഷൻസ് നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു വെക്കുന്നത്, അതായത് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും സ്കിൽ സെറ്റ് വേണമെന്നുണ്ടെങ്കിലോ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഇന്നോവേഷൻ ഐഡിയ ഉണ്ടെങ്കിലോ അത് സെപ്പറേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ഇളവ് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ കോടതിയിൽ വാദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ പ്രത്യേക ഒരു ക്രൈറ്റീരിയ ആയിട്ട് ആഡ് ചെയ്യാൻ അമേരിക്കൻ ഫെഡറൽ സിസ്റ്റത്തില് വകുപ്പില്ല. അതൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ലോ ജനറൽ ആയിരിക്കണം. ആ ജനറൽ ആയിട്ടുള്ള ലോ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു H1B വിസയ്ക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതുകൊണ്ട് ട്രംപ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാല്, അതായത് ഇത്രയും നാളും ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ടായിരുന്നു. ആഗോള തരത്തിൽ ഏത് രാജ്യത്തും പോയി ട്രേഡ് ചെയ്യാം, എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം, എവിടെ വേണമെങ്കിലും പോയി വ്യാപാരം നടത്താം, എവിടെ വേണമെങ്കിലും പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിഗതികളാണ് ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അമേരിക്ക നേരെ അതിനെ തിരുത്തി കുറിക്കുകയാണ്. ശരിക്കും ഗ്ലോബലൈസേഷൻ വേണ്ട, ഞങ്ങളുടേതായിട്ട് മാത്രമായിട്ടുള്ള ലോകത്തേക്ക് ചുരുങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് അമേരിക്കയുടെ ആ ഒരു എക്സ്പാൻഷൻ ട്രംപ് ചുരുക്കി കൊണ്ടുവരികയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, അറബ് മേഖലയിൽ ടോട്ടലി അൾട്ടിമേറ്റ് ഫെയിലിയർ ആണ് അമേരിക്ക. കാരണം ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിന് ഏത് രീതിയിൽ അറബ് നേഷൻസിനെ കോർഡിനേറ്റ് ചെയ്ത് അമേരിക്കയുടെ കീഴിൽ കൊണ്ടുവരണം എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണ് അമേരിക്ക, പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം. അതുകൊണ്ടാണ് പാകിസ്ഥാനെ അവിടെ കയറ്റിവിടുന്നത് മൂലം എന്താണ് സംഭവിച്ചത്? സൗദി എക്സ്പോസ്ഡ് ആവുകയും അമേരിക്കയുടെ കീഴിലുണ്ടായിരുന്ന അറബ് രാജ്യങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു സെക്യൂരിറ്റി അത് പാകിസ്ഥാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ പാകിസ്ഥാനെ വെച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളെ നൈസിനങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് ട്രംപ് ശരിക്കും കുറച്ചുകൂടെ അമേരിക്കയുടെ ആ ഒരു എക്സ്പാൻഷൻ പോളിസി ഇങ്ങനെ ചുരുക്കുകയാണ്. അതാണ് ഇപ്പൊ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ എത്രമാത്രം ഇതിനകത്ത് സക്സസ്ഫുൾ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്ലോബൽ രാജ്യങ്ങളും വലിയ അനലിസ്റ്റുകളും ഇതിങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം പാകിസ്ഥാന്റെ കപ്പാസിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ നിലവിലത്തെ ഒരു കപ്പാസിറ്റി വെച്ചുകൊണ്ട് എൻറ്റയർ അറബ് മേഖല മൊത്തം പാകിസ്ഥാന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ന്യൂ വിസ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഹാർവേർഡ് ലട്നിക്കാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് അത് വായിച്ച് കേൾപ്പിച്ചത്. അതായത് ഇനി ഒറ്റ മനുഷ്യരും അമേരിക്കയുടെ ജോലി തട്ടിയെടുക്കാൻ പോകുന്നില്ല, അതിനുള്ള സുരക്ഷയാണ് ഞങ്ങൾ ഒരുക്കുന്നത് എന്നാണ് ഹാർവേർഡ് ലട്നിക് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അമേരിക്ക മുന്നോട്ട് ചലിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോ കണ്ടറിയാൻ പോകുന്നത്. ഇത് ശരിക്കും ഗുണകരമാവുന്നത് ചൈനയ്ക്കാണ്. കാരണം അമേരിക്ക ടെക് ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചൈനയ്ക്ക് ഗുണം ചെയ്യും. ചൈന ഓൾറെഡി തന്നെ എൻവിഡിയ പോലത്തെ ചിപ്സെറ്റ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഓൺ ചിപ്സെറ്റുകളും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് മാർക്കറ്റിൽ മുന്നോട്ട് വന്ന് കഴിഞ്ഞു. അവര് ധൈര്യപൂർവ്വം സെക്യൂരിറ്റി റീസൺസിന് വേണ്ടിയിട്ട്
ഞങ്ങള് NVIDIAയുടെ ചിപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് ഒരു മാസത്തിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടിക്ടോക്ക് അമേരിക്കയ്ക്ക് വിറ്റു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ട്രംപ്. അപ്പൊ അതുകൊണ്ട് ടിക്ടോക്ക് ഓൾറെഡി 80% ഷെയർ ഒറാക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം വാങ്ങിക്കുകയാണ്. അപ്പൊ അതോട് ആ ഡീൽ തീർന്നതോടുകൂടി അമേരിക്ക ചൈനയ്ക്ക് മേളിൽ ഉന്നയിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഈ ഒരു താരിഫ് വിഷയങ്ങളെല്ലാം തന്നെ മാറ്റി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ വാക്ക് പാലിക്കുന്നില്ല, പിന്നെ അവിടെ ഒരു ക്ലാഷ് സ്റ്റാർട്ട് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചൈനയ്ക്ക് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ ചൈനയ്ക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുമ്പോൾ ഇന്ത്യക്ക് ഓപ്പൺ മാർക്കറ്റിലേക്ക്, അതായത് സെൻട്രൽ ഏഷ്യയിലേക്ക് എത്താൻ പറ്റുന്ന റൂട്ടായിട്ടുള്ള ചബഹാർ പോർട്ടിലേക്ക് ഒരു സാങ്ഷൻ ഇട്ടുകൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ചൈനയ്ക്ക് എതിരെയുള്ള പോളിസി എന്നതിലുപരിയായിട്ട് ചൈനയ്ക്ക് അനുകൂലമുള്ള പോളിസി രൂപീകരിച്ചുകൊണ്ട് അമേരിക്ക ചൈനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് ഡയറക്ട്ലി അവർ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കൻ പോളിസിയിൽ ഉണ്ടാകുന്ന ഫ്ലോസ്, അമേരിക്കൻ പോളിസിയിൽ ഉണ്ടാകുന്ന ആ ഒരു എറർ ശരിക്കും ചൈനയെ സഹായിക്കുന്നതായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് ഈ ന്യൂക്ലിയർ അംബർലാക്ക് കീഴിൽ വരുന്ന മാതിരി ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തല്ലോ. അതിനെ തുടർന്ന് UAE ഇന്ത്യയുമായിട്ട് ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിന്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റില് UAEക്കും സൗദി അറേബ്യക്കും തമ്മിൽ ഒരു കോൾഡ് വാർ ഉണ്ട്, ഇല്ലാന്നില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമുണ്ട്. അത് ഹെൽത്തിയാണ്, എക്കണോമിക് പരമാണ്, അതേപോലെ ചില ആശയപരം കൂടിയാണ്. പക്ഷെ പീയൂഷ് ഗോയലാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് ക്രെഡിബിലിറ്റി ഉണ്ട്, ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാർത്തയല്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള വാർത്തയാണ്. UAE ഇന്ത്യയുമായിട്ടുള്ള ഡിഫൻസ് സഹകരണത്തിന് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യേണ്ടി വരും. കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലിനും UAEക്കുമുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലിനും ഇന്ത്യക്കുമുള്ള ബന്ധം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് UAE ചില നിർണായക തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ ഇപ്പോഴല്ല. അത് കുറച്ച് ടൈം ലൈൻ എടുക്കും. പക്ഷെ UAE കൃത്യമായിട്ടുള്ള ഇന്ത്യ അലയൻസിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലഷ്കറിന്റെ കമാൻഡർ ആയിട്ടുള്ള, അതിന്റെ ഏറ്റവും ചീഫ് ആയിട്ടുള്ള ഒരു കമാൻഡറാണ് ഖാസിം എന്നാണ് ഇയാളുടെ പേര്. ഈ തീവ്രവാദി പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മോസ്ക് ആണ് അടിച്ച് തകർത്തിട്ടത്, ഞങ്ങൾ അതിനേക്കാളും വലിയ മോസ്ക് അവിടെ പണിയുമെന്നാണ് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ആണെങ്കിൽ ലഷ്കറിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ, തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യയുടെ ബോർഡറിന്റെ അപ്പുറത്ത്, തൊട്ടപ്പുറത്തായിട്ട് ഒരുപാട് ക്യാമ്പുകൾ വീണ്ടും റീബിൽഡ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് ബോർഡർ ഏരിയയിൽ. ഇതേ പാകിസ്ഥാനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ എയിം വേറെ ഒന്നുമില്ല, അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാൻ വേണം. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവർ വിട്ടൊഴിഞ്ഞ് പോയിട്ട് വീണ്ടും അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ ആ ബേസ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നവർ. അതായത് ബഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു ബേസ്, ഈ ബഗ്രാം ബേസിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ താലിബാന്റെ മേളിലും, അതായത് അഫ്ഗാനിസ്ഥാന്റെ മേളിൽ ഒരു പ്രഷർ ഇടാൻ വേണ്ടിയിട്ടാണ് പ്രാഥമികമായിട്ട് ചബഹാർ പോർട്ടിലേക്കുള്ള സാങ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ സാങ്ഷന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ചില ഘടകങ്ങളാണ്. അഫ്ഗാനിസ്ഥാന്റെ മേളിൽ ചൈനയുടെ പ്രഷർ, കടുത്ത സമ്മർദ്ദമുണ്ട്. അതായത് അമേരിക്കൻ ബേസ് അവിടെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് എത്രമാത്രം സക്സസ്ഫുൾ ആവും നമുക്ക് അറിയത്തില്ല. അമേരിക്കയാണ് പല രീതിയിലുള്ള തന്ത്രപ്രയോഗങ്ങൾ നടത്തി അവരുടെ ബേസ് ഒരുപക്ഷെ സ്വന്തമാക്കിയെന്ന് വരും. കാരണം അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവരുടെ ബേസ്, ഈ ബഗ്രാം എന്ന് പറഞ്ഞ ബേസ് അവർ വളരെ വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. അവിടെ എല്ലാം റെഡിയാണ്. ഓൾറെഡി തന്നെ അമേരിക്ക അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബേസ് ആണ്. അപ്പൊ അവിടെ മെഡിക്കലിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്ഥലങ്ങൾ, അതേപോലെ തന്നെ കംപ്ലീറ്റ് സെറ്റപ്പ്, ഇവരുടെ സോൾജേഴ്സിന് അവിടെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട് അവിടെ. പിന്നെ താലിബാന്റെ തലപ്പത്ത് പൈസയ്ക്ക് ആവശ്യമുണ്ട്. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. പാകിസ്ഥാൻ ആണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട്, അതായത് സൗദി അറേബ്യ എടുത്ത് ഡിഫൻസ് പാക്ട് സൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പല അറബ് രാജ്യങ്ങളെയും ക്ഷണിക്കുകയാണ്. അതായത് വരൂ, ഞങ്ങളുടെ ന്യൂക്ലിയർ അംബർലാക്ക് കീഴിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ട്. ഈ പ്രൊട്ടക്ഷൻ ഒന്നും സ്ഥായി ആയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്രായേൽ ഇത് ഓൾറെഡി നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അമേരിക്ക ഒന്നും വകവയ്ക്കത്തില്ല. ഒരു സുപ്രഭാതത്തിൽ പോയി അടിച്ച് സെറ്റാക്കി ഇട്ടിട്ട് അമേരിക്ക എടുത്ത് പറയും. വേണമെങ്കിൽ അമേരിക്ക ഒരു 10 ദിവസം ദേഷ്യത്തിലിരിക്കും. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇസ്രായേൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. ഇതിനേക്കാളും കൂടുതൽ വാർത്തകളുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.